മഹത്വത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ മഹത്വം, ആ പ്രകാശം, ആ ശക്തി, സാന്നിധ്യം, വിശ്വാസം, ബലം, ധൈര്യം, ഉറപ്പ്, ആത്മീയമാകുന്ന ഊർജം, ഇതെല്ലാം കുറയുമ്പോഴോ മങ്ങുമ്പോഴോ മാറുമ്പോഴോ അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ പെൻ ഇവിടെ ഇരിക്കുക. എന്നും പെന്ന് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ തപ്പി നോക്കും, തൊട്ടു നോക്കും. കാര്യം എന്നാ, പെന്ന് അവിടെ ഉള്ളപ്പോൾ ഉള്ള ഒരു ഫീലും ആ സാധനം അവിടെ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ പോയി ഇരുന്നപ്പോൾ ഉള്ളൊരു ഫീലും ഒന്നാണ്. എപ്പോഴും സൈഡ് പോക്കറ്റിൽ, ജെൻസിനൊക്കെ അറിയാൻ പറ്റും, സൈഡ് പോക്കറ്റിൽ പേഴ്സ് വെക്കുന്നവർക്ക് എപ്പോഴും ഒരു ഭാരിച്ച് അല്ലെങ്കിൽ ഒരു കനം ഉണ്ടാകും. ഇടയ്ക്ക് നമ്മളിങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ചാടി വീണ് എന്തോ കളഞ്ഞു പോയ പോലെ നമ്മളിങ്ങനെ തപ്പിയും തടഞ്ഞു വെക്കുന്നു. കാര്യം എന്നാ, എപ്പോഴും അനുഭവിക്കുന്ന ഒരു ഭാരം ഈ സൈഡ് പോക്കറ്റിൽ ഇല്ല. ഞാൻ വീട്ടിൽ പേഴ്സ് വെച്ച് മറന്നു. എന്താ അത്? കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എപ്പോൾ എവിടെ പോയാലും കൂടെ എടുത്ത് കയറ്റുന്ന സാധനം ഇന്ന് ഞാൻ എടുത്തില്ല, ഇന്ന് അതെൻ്റെ കൂടെ ഇല്ല. അതിൻ്റെ എന്തൊക്കെയോ ലക്ഷണങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചു. അതാ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തപ്പി നോക്കാനുള്ള കാരണം. മക്കളെ, ദൈവം നമ്മുടെ മേൽ ഇട്ടേക്കുന്ന അഭിഷേകവും നമ്മുടെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്ന കൃപയും ശക്തിയും കോൺഫിഡൻസും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തപ്പി നോക്കുന്നതിൻ്റെ കാരണം എവിടെയോ നമ്മൾ വിശ്രമാവസ്ഥയിലാണ്. വിശ്രമിക്കുന്നവന് പേഴ്സിൻ്റെ ആവശ്യമില്ല. വിശ്രമാവസ്ഥയിലിരിക്കുന്നവന് പെന്നിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് ഒരു കവിതയും എഴുതാനില്ല. വിശ്രമാവസ്ഥയിലിരിക്കുന്നവന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അവനൊരു തലയണ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കാൻ ഇച്ചിരി സ്ഥലം, അവൻ്റെ ബോഡി എടുത്ത് കിടത്താനൊരു സ്ഥലം, അത്രയും മതി. പക്ഷേ മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വിശ്രമാവസ്ഥയിലിരിക്കുന്ന വ്യക്തികളോട് ഇങ്ങനെ പറയുന്നു: നീ വിശ്രമാവസ്ഥയിലിരിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒരുപോലെയാണ്. എന്നാൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തി അവൻ വിശ്രമാവസ്ഥയിലേ അല്ല. പട്ടാളക്കാർക്ക് വിശ്രമമുണ്ടോ? ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവരുടെ ഡ്യൂട്ടി ഏത് സമയമാണെന്ന്, അതിർത്തി കാക്കുന്നവരുടെ ഡ്യൂട്ടി ടൈം എപ്പോഴാണെന്ന് യാതൊരു പിടുത്തവുമില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ എതിരാളി എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണോ അപ്പോഴാണ് ഡ്യൂട്ടി. എതിരാളി വരുന്ന സമയത്ത് ഐ ആം സോറി, ഇതെന്ന് എൻ്റെ ഓഫ് ഡേ ആണെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവൻ ആജീവനാന്ത കാലം മുഴുവനും അല്ല, അന്നത്തോടെ അവൻ്റെ ഓഫ് ഡേ ആയിരിക്കും. ഐ ആം സോറി, ഞാൻ 8 മണിക്കൂറേ ഡ്യൂട്ടി എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഡ്യൂട്ടി എടുക്കേണ്ടി വരാത്ത രീതിയിലാക്കി വെക്കും എതിരാളി. പക്ഷേ ഓരോ ആത്മീയന്മാരോടും, എന്നെ കേൾക്കുന്ന ഓരോ ആത്മീയന്മാരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സൂര്യനെ പോലെ പ്രകാശിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. സൂര്യനെ പോലെ പ്രകാശിച്ച ഒരു കർത്താവ്. കാഴ്ചയിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ, നടപ്പ് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ, മീൻസ് ഒരു മനുഷ്യൻ എങ്ങനെ നടക്കുന്നു അങ്ങനെ, അതാ ഉദ്ദേശിച്ചത്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ, ഇരിപ്പ് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ, പക്ഷെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ചേഞ്ച്. ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാകുന്ന ചേഞ്ച്, വളരെ ആകെ മൊത്തത്തിലൊരു ചേഞ്ചായ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിത്വം ഒരു സ്പിരിച്വൽ കൾച്ചർ അല്ലെങ്കിൽ ഒരു കിങ്ഡം കൾച്ചർ കാത്തു സൂക്ഷിച്ച ഒരു കർത്താവ്. ഞാൻ ഇന്നലത്തെ ഷോർട്ട് മെസ്സേജിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച പദമാണത്, കിങ്ഡം കൾച്ചർ. ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം കാത്തു സൂക്ഷിച്ച ഒരു കർത്താവ്. ആ കർത്താവിനെ കുറിച്ച് ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. 1-ാമത്തെ അധ്യായം മുതൽ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യം നമുക്ക് വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി.
കാണാപ്പാടമല്ലേ നമുക്ക് എല്ലാവർക്കും ഈ വാക്യം? കാണാപ്പാടമാണ്. കർത്താവ് മുഖപക്ഷം കാണിച്ചോ? ഇല്ല. പക്ഷെ വിശ്രമാവസ്ഥയിലിരുന്ന മറ്റു ശിഷ്യന്മാരിൽ നിന്നും റെസ്റ്റ് എടുത്തോണ്ടിരുന്ന, ചെസ് കളിച്ചോണ്ടിരുന്ന, ക്യാരംസ് കളിച്ചോണ്ടിരുന്ന, ഗോലി കളിച്ചോണ്ടിരുന്ന മറ്റ് ശിഷ്യന്മാരിൽ നിന്നും ഈ 3 എണ്ണത്തെ സെപ്പറേറ്റ് ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര സഹോദരങ്ങളാണുള്ളത്? ആ സഹോദരന്മാരിൽ നിന്ന് സഹോദരിയായ നിങ്ങളെ ദൈവം പൊക്കി മാറ്റിയതുപോലെ, അവരിലൊരു സഹോദരനായിരുന്ന താങ്കളെ ദൈവം പ്രത്യേകമായ ഒരു വിശ്വാസം ഇട്ട് വിളിച്ചതുപോലെ, നിങ്ങളുടെ വീടിനകത്ത് നിന്നും നിങ്ങളെ മാത്രം ദൈവം ചൂണ്ടി വിളിച്ചെടുത്തിട്ട് ചില വിശ്വാസവും ദർശനവും കാഴ്ചപ്പാടും തന്നേക്കുന്നത് പോലെ, കർത്താവിന്ന് ഒരു ഉയർന്ന തലത്തിലേക്ക് കയറാൻ തീരുമാനിച്ചപ്പോൾ, ഉയർന്ന തലം എന്ത് എന്ന് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കാൻ പവർ ഓഫ് ഗാഡ് അവരെ മാത്രം യേശു സെലക്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരേ സുവിശേഷ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ 3 പേരെ കർത്താവ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരേ ടീം ലീഡറുടെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇവരെ ദൈവം സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ 10 പേർ നിങ്ങളുടെ കോവർക്കർ ആയിട്ടുണ്ടെങ്കിലും അവരിൽ വ്യത്യസ്തനാക്കി ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ നീ ഒരു വ്യത്യസ്തനായിരിക്കും. ഒരേ ദേശത്ത് ഒരേ ഏരിയയിൽ ഒരു കുടുംബത്തിൽ ഉള്ള പലരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തനായിരിക്കും. ഒരേ സുവിശേഷ വയലിൽ അധ്വാനിക്കുന്നവരുടെ ഇടയിൽ നിന്നൊരു സ്പെഷ്യലായി ദൈവം എന്തെങ്കിലും നിങ്ങളുടെ മേൽ ഇട്ടാൽ നീ ഒരു സ്പെഷ്യലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മേൽ ദൈവം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇട്ടാൽ നിങ്ങളൊരു സ്പെഷ്യലായിരിക്കും. ഈ മറ്റ് ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വിശ്രമാവസ്ഥയിൽ ഇരിക്കുന്ന അനുഭവത്തിൽ തനിയെ വിളിച്ചു വേർതിരിച്ചു. എന്താണ് ഉയർന്ന തലം എന്ന് കാണിച്ചു കൊടുത്തു. ഉയർന്ന മലയിലേക്ക് കയറി പോകുന്നതല്ല ഉയർന്ന തലം. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ ഇപ്പം മെസ്സേജ് അവസാനിപ്പിക്കും. ഉയർന്ന മലയിലേക്ക് നടന്നു കയറി എവിടെ പോവാ? പ്രാർത്ഥിക്കാൻ പോവാ. ഉയർന്ന മലയിലേക്ക് കയറി പോകുന്നതല്ല പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉയർന്ന തലവും. വെറുതെ വേറിട്ട് മാറിയിരിക്കുന്നതും അല്ല ഉയർന്ന തലത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, ഉയർന്ന തലത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത്. മനുഷ്യരോട് ആരോടും മിണ്ടാതിരിക്കുന്നതും അല്ല, ഒത്തിരി മിണ്ടുന്നതും അല്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് കിങ്ഡം കൾച്ചർ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഉയർന്ന അളവിലത്തെ ജീവിതം. ഒത്തിരി ഒച്ചത്തിൽ പ്രസംഗിക്കുന്നതല്ല, ഒത്തിരി അന്യഭാഷ പറയുന്നതല്ല, ഒത്തിരി എന്തോ വെളിപ്പാടുകൾ കൈമാറുന്ന ഒന്നുമല്ല. നമ്മൾ ഇച്ചിരിയും പറഞ്ഞാലും ഇച്ചിരിയും പ്രാർത്ഥിച്ചാലും ഇച്ചിരിയും നമ്മൾ എന്തെങ്കിലും ചെയ്താലും അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ടാകും, ഒരു ഹെവൻലി ബ്യൂട്ടി. സഹോദരി, നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം ഇല്ലാത്ത, സമയമില്ലാത്ത, സാഹചര്യം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഇച്ചിരൂടെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിടുതലായേനെ. അങ്ങനെ കരുതരുത്. അങ്ങനെയാണെങ്കിൽ വിധവയുടെ ചില്ലിക്കാശ് ഇട്ടപ്പോൾ കർത്താവ് ആ വിധവയെ മാനിക്കാൻ പാടില്ലായിരുന്നു. ഒരു ദരിദ്രയായ ഒരു സ്ത്രീ അവരുടെ കയ്യിലുള്ള എന്തോ ഒരു അണ പൈസ അതിനകത്ത് കൊണ്ട് കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടപ്പോൾ കർത്താവ് ഒരിക്കലും അതിനെ അഡ്രസ്സ് ചെയ്ത് ബൈബിളിൽ വെക്കാൻ പാടില്ലായിരുന്നു. 2000-ന്റെ നോട്ടിട്ട് ആരുടെ പേരും ബൈബിളിലില്ല. 2000-ന്റെ നോട്ടിട്ട് ആരുടെ പേരും ബൈബിളിലില്ല. പക്ഷേ അവരുടെ ചില്ലിക്കാശിനെ ബൈബിളിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സുഹൃത്തേ,
പ്രിയപ്പെട്ട സുഹൃത്തെ, ലഭിക്കുന്ന സമയം ഇച്ചിരി ഒരു ദിവസം 24 മണിക്കൂറിൽ നിങ്ങൾക്ക് ആകെ മൊത്തം പ്രാർത്ഥിച്ചത് 15 മിനിറ്റ് ആണെന്ന് വെച്ചുകൊള്ളുക. തമ്പുരാൻ അതിനെ മാനിക്കും കുഞ്ഞെ, തമ്പുരാൻ അതിനെ മാനിക്കും. ഹല്ലേലൂയ. കാരണം എന്താ? ഉയർന്ന അളവിലേക്ക് കയറിപ്പോയി, ഉയർന്ന മലയിലേക്ക് കയറിപ്പോയ യേശു കർത്താവ് പ്രാർത്ഥിച്ചേച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഉയർന്ന മലയിലേക്ക് കയറിപ്പോയ കർത്താവിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് ബൈബിൾ അഡ്രസ് ചെയ്യുന്നു. ബൈബിൾ അഡ്രസ് ചെയ്യുന്നു. മാറ്റങ്ങളെക്കുറിച്ച് അഡ്രസ് ചെയ്യുന്ന ഒരു ബൈബിൾ, മാറ്റം ഉണ്ടാക്കിയവനെ കുറിച്ച് അഡ്രസ് ചെയ്യുന്ന ബൈബിൾ, മാറ്റം വരുത്തിയ പ്രാർത്ഥനയെ അഡ്രസ് ചെയ്യുന്ന ഒരു വചനഭാഗം, അതാണിത്. ദൂത് താങ്കളിലേക്കാണ് വരുന്നത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, 3 പേരെ മാത്രം വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവന്റെ സഹോദര യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി, യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. അവരെ 3 പേരെ മാത്രം വിളിച്ചോണ്ടാണ് ഉയർന്ന ഒരളവിലേക്ക് കയറി യേശു പോയത്, ഉയർന്ന ഒരു പ്രദേശത്തേക്ക് യേശു സഞ്ചരിച്ചത്. അവിടെ മുതൽ പത്രോസിന്റെ ശുശ്രൂഷയിലും ദർശനത്തിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തികളിലും എല്ലാം പുതിയ സിലബസ് സ്വർഗം വെച്ചു കൊടുക്കുകയാണ്. ജോണിൻ്റെതും അങ്ങനെ തന്നെ, യാക്കോബിൻ്റെതും അങ്ങനെ തന്നെ. പുതിയ സിലബസുകൾ ദൈവം അവരെ പഠിപ്പിക്കുകയാണ്. ഉയർന്ന അളവെന്ത്, ഉയർന്ന അനുഭവം എന്ത്, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനകത്ത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യം അതിൻ്റെ അനുഭവങ്ങളുടെ ഒരു അളവ് എന്ത് എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ദൂത് പറയുകയാണ്, ദൈവം താങ്കളെ വിളിച്ചിറക്കുമ്പോൾ ചിലപ്പോ കുറച്ച് നേരത്തെ നമ്മുടെ കൂടെ ഇരുന്ന് ഓപ്പോസിറ്റ് ഇരുന്ന് ക്യാരംസ് കളിച്ച ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഇന്നലെ നമ്മളെ ബൈക്കിൽ നമ്മുടെ കൂടെ സഞ്ചരിച്ച വ്യക്തി ഇന്ന് നമ്മളെ ഫ്രണ്ടായിട്ട് കാണണമെന്നില്ല. ഇന്നലെ വൈകിട്ടും കൂടെ ഫോണിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച വ്യക്തി നാളെ പിന്നെ നിങ്ങളോട് മിണ്ടണമെന്നില്ല. ദൈവം ഒരു വ്യക്തിയെ തനിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ദൈവം അങ്ങനെ നിങ്ങളെ നടത്തുന്നത്, ചില നാളുകളിൽ നിങ്ങളെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഉയർന്ന അളവിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും. പിന്നെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇങ്ങനെയും കൂടെ കേട്ടിട്ടുണ്ട്, ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും. രണ്ടാമത്തെ വാക്ക് ഞാൻ എന്തായാലും ഇവിടെ എടുക്കുന്നില്ല. പക്ഷെ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഒത്തുപിടിച്ചാൽ മലയും പോരും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉയർന്ന മലയിലേക്ക് പോയ ഇവർ ഒത്തുപിടിച്ചിട്ടൊന്നുമല്ല കർത്താവ് അവിടെ മലയുടെ മേൽ മഹത്വം ഇറക്കിയത്. ഒത്തുവിളിച്ചാൽ, ഒത്തു പ്രാർത്ഥിച്ചാൽ, ഒത്തുപവസിച്ചാൽ വിടുതൽ നടക്കുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ. തെറ്റുമില്ല, എൻ്റെയും പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഒത്തിരിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്തോ ചെയ്യും? വിടുതൽ വേണ്ടെന്നാണോ? പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, നിങ്ങൾ 3 പേരും പോയി. പക്ഷെ പ്രാർത്ഥിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. മഹത്വം ഇറങ്ങിയില്ലേ? വീട്ടിൽ 2-3 പേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരിതുപോലെ വിശ്രമാവസ്ഥയിൽ നിന്നാണ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കർത്താവ് തനിച്ചു കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയത്. ഉയർന്ന മലയിൽ പോയപ്പോൾ താഴ്ന്ന അനുഭവത്തിൽ തന്നെ അവിടെ തുടരുകയാണ്. ഇപ്പോഴും അവിടെ കിടന്നുറങ്ങുകയാണ്. പക്ഷെ കർത്താവ് പോയ ദൗത്യത്തെ വിട്ടേച്ചിറങ്ങി വരാൻ കർത്താവ് തയ്യാറല്ലായിരുന്നു. പ്രസംഗിച്ചല്ല പത്രോസിനെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉറക്കത്തിൽ നിന്ന് കർത്താവ് വിളിച്ചുണർത്തിയത്. ന്ന് വിളിച്ച് പേടിപ്പിച്ചോ, ഭീഷണിപ്പെടുത്തിയോ, വഴക്ക് പറഞ്ഞോ, ശടിച്ചോ, കണ്ണുരുട്ടിയോ അല്ല. പത്രോസിന്റെ ഉറക്കത്തിൽ നിന്ന് പത്രോസിനെ എഴുന്നേൽപ്പിച്ച്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.
നിന്നെയൊക്കെ ഞാൻ കൂടെ കൂട്ടിയല്ലോടാ എന്നുള്ള കുറ്റപ്പെടുത്തലിലും അല്ല പത്രോസിന്റെ കണ്ണിനെ ദൈവം തുറപ്പിച്ചത്. പിന്നെയോ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം ഇറക്കിയാണ് പത്രോസിന്റെ കണ്ണ് തുറപ്പിച്ചത്. തീർന്നില്ല, ആ മഹത്വത്തിന് പത്രോസിന്റെ വായെ കൂടെ തുറപ്പിക്കാൻ പറ്റി. എങ്ങനെയെന്നറിയാവോ? നാഥ, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഉചിതം. ഞാൻ ആത്മാവിൽ ദൂത് പറയാ, പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തതും പ്രസംഗിച്ച് കേൾപ്പിച്ചിട്ട് മാനസാന്തരപ്പെടാത്തതും, നിങ്ങൾ വർഷങ്ങൾ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മാനസാന്തരപ്പെടാത്തതും, പല ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് മാനസാന്തരപ്പെടാത്തതും, നന്നാകാത്തതും, സൗഖ്യമാകാത്തതും, വിടിവിക്കപ്പെടാത്തതും, പ്രാർത്ഥനയ്ക്കകത്ത് ഹൃദയം സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്കകത്ത് മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണും തുറക്കും. നമുക്കിവിടെ ഈ അനുഭവത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഉറങ്ങുന്നവർ എഴുന്നേറ്റ് ദൂത് പറയുകയും ചെയ്യും. ആത്മാവിൽ ഞാൻ ദൂത് പറയാം. പത്രോസിനെ കർത്താവ് വഴക്ക് പറഞ്ഞ സന്ദർഭമുണ്ട്, പത്രോസിനെ ശാസിച്ച സന്ദർഭമുണ്ട്. ശിഷ്യന്മാരെ ഒന്നടങ്കം ഇനിയും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന് ഒച്ചത്തിൽ കർത്താവ് വഴക്ക് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. കടലിൽ വെച്ച് വഴക്ക് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. കൂടെ കൊണ്ടു നടന്നപ്പോഴും ഒരു രോഗിയെ സൗഖ്യമാക്കാൻ പറ്റാത്തതിൽ വഴക്ക് പറഞ്ഞ സന്ദർഭമുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് മിണ്ടുന്ന പോലും ഇല്ല. മൂന്നും കൂടെ തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പോലും കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന പോലും ഇല്ല. പക്ഷെ ഉയർന്ന അളവിലേക്ക് കയറിപ്പോയ കർത്താവ് ഉയർന്ന ഒരു ദർശനം സഭയ്ക്കും എനിക്കും നിങ്ങൾക്കും കൈമാറുകയാണ്. എടാ മോനെ, ചിലരെയൊക്കെ ഈ ഉറങ്ങുന്നവനെ നമുക്ക് തട്ടി ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ തട്ടി ഉണർത്താൻ വലിയ പാടാണ്. 2, എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറങ്ങരുതെന്ന് പറഞ്ഞാലും കേൾക്കുന്നവന് നാണമില്ലെങ്കിലും പറയുന്നവനൊരു നാണം കാണത്തില്ലേ? പറയുന്നവനൊരു വില കാണത്തില്ലേ? അതുകൊണ്ട് ഇവിടെ കർത്താവ് ഉപദേശിക്കാൻ തയ്യാറല്ല, വഴക്ക് പറയാൻ തയ്യാറല്ല, ദേഷ്യപ്പെടാൻ തയ്യാറല്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടിയ കർത്താവ് കയറിയെന്നുള്ള കാര്യം കർത്താവിന് അറിയാമായിരുന്നു. മഹത്വം ദർശിക്കണമെന്നുള്ള വെളിപ്പാടില്ല കർത്താവ് കയറിയെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് നടക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു. വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടു, ഇറങ്ങേണ്ടവർ ഇറങ്ങി, സ്വരം വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടു. സൂര്യനെ വെല്ലുന്നത് ശോഭയെന്ന് ബൈബിളിൽ പറയുന്നത് പോലത്തെ ഭയങ്കര തേജസ് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെളിപ്പെട്ടു. ആ പ്രകാശത്തിൽ ഒരുത്തന്റെ കണ്ണ് വലിച്ചു തുറന്നു. അതോടുകൂടി അവന്റെ വായും വലിച്ചു തുറന്നു. പറഞ്ഞു, നാഥാ, ഞാൻ 3 കുടിലുണ്ടാക്കാം. വേണ്ടടാ, ഞാൻ 3 കുടിലുണ്ടാക്കാം. യേശുവിനെ കണ്ടു വന്ന വ്യക്തി തേജസ്സിലിരിക്കുന്ന മോശയെയും ഏലിയാവിനെയും കൂടെ കാണത്തക്ക രീതിയിൽ കണ്ണു തുറന്നു. വീട്ടിലുണ്ടാവും ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ അനുഭവമുള്ളവർ. ഉപദേശിച്ചിട്ട് കാര്യമില്ലെങ്കിലും, പ്രസംഗം കേൾപ്പിച്ചിട്ട് കാര്യമില്ലെങ്കിലും, വാട്സാപ്പിൽ കൂടെ നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് കാണൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലെങ്കിലും, പ്രാർത്ഥനയുടെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണും തുറക്കും, വായും തുറക്കും. കണ്ണ് ദൈവത്തെ കാണാൻ, വായ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ. സ്വർഗം തുറന്നിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ തുറന്നിരിക്കും. ഉയർന്ന അളവ് എന്താണെന്ന് ചോദിച്ചാൽ സൂര്യനെ പോലെ പ്രകാശിക്കണം. അതാണ് ഉയർന്ന അളവ്. നാം എങ്ങനെ പ്രകാശിക്കണം? സൂര്യനെ പോലെ പ്രകാശിക്കണം. കാരണം യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ പറയുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. എങ്ങനായിരിക്കണം? ഞാൻ എങ്ങനെ പ്രകാശിക്കണം? ഞാൻ സൂര്യനെ പോലെ പ്രകാശിക്കണം. രൂപാന്തരപ്പെട്ടു, മെറ്റാമോർഫയോ എന്നാണ് ഈ രൂപാന്തരപ്പെട്ടു എന്ന വാക്കിന് ഗ്രീക്കിൽ പറയുന്നത്. മെറ്റാമോർഫയോ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മെറ്റാമോർഫയോ എന്ന വാക്കിന് രൂപം മാറുക എന്ന ഒരർത്ഥം കൂടെ ഉണ്ട്. രൂപം മാറുക, രൂപാന്തരപ്പെടുക, രൂപം മാറുക. യേശു പ്രാർത്ഥിച്ചപ്പോ ആരൊക്കെ രൂപാന്തരപ്പെട്ടു എന്നാ നിങ്ങൾ വിചാരിക്കുന്നേ? യേശു പ്രാർത്ഥിച്ചപ്പോ ആരൊക്കെ രൂപാന്തരപ്പെട്ടു എന്നാ വിചാരിക്കുന്നേ? യേശു രൂപാന്തരപ്പെട്ടു, തർക്കമില്ല. പത്രോസ് രൂപാന്തരപ്പെട്ടില്ലേ? യാക്കോബ് രൂപാന്തരപ്പെട്ടില്ലേ? യോഹന്നാൻ രൂപാന്തരപ്പെട്ടില്ലേ? പ്രാർത്ഥനയിലൊന്ന് സഹകരിക്കുക പോലും ചെയ്യാതെ പ്രാർത്ഥനയിൽ ഒരു രൂപാന്തരം പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വന്നപ്പോൾ
അത് കണ്ട വ്യക്തികളിൽ ഈ രൂപാന്തരം വന്നു എങ്കിൽ, പ്രസംഗങ്ങൾ ചെയ്യാത്തത്, പ്രാർത്ഥനകൾ ഇതുവരെയും ചെയ്തില്ല എന്ന് നിങ്ങൾ കരുതിയതും പറഞ്ഞതും, കാത്തിരിപ്പുകൾ ഇതുവരെയും ചെയ്തില്ല എന്ന് നിങ്ങൾ കരുതിയതും പറഞ്ഞതും, മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ, തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിന് നടക്കും. ഒറ്റ സ്റ്റെപ്പിന് നടക്കും. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണ്, ഒറ്റ സ്റ്റെപ്പിന് നടക്കും. ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്ന ദൈവമല്ല, ഒറ്റ സ്റ്റെപ്പിന് നടക്കും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പ്രകാശിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 60-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എങ്ങനെ പ്രകാശിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ നോക്കിയേ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കണം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് മരണനിഴലിലിരിക്കുന്ന ജനത്തോട് ഈ യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ, ഈ സംഭവിച്ച കാര്യങ്ങൾ, ഈ ഓൾറെഡി സംഭവിച്ച കാര്യങ്ങൾ രണ്ടാമതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. നോക്കിയേ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇത് യെശയ്യാവിന്റെ പ്രവചനത്തിലൂടെയാണ് ജനം തിരിച്ചറിയുന്നത്. മഹത്വപൂർവമായ ഒരു വാഗ്ദത്തമാണിത്. പക്ഷേ തേജസ് വന്നതും, മഹത്വം ഉദിച്ചതും, പ്രകാശം വന്നതും, ഇരുട്ട് മാറിയതുമൊക്കെ അറിയാത്തതിന്റെ കാരണം എഴുന്നേൽക്കാത്തത് കൊണ്ടാണ്, അന്വേഷിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ യെശയ്യാവിനെ പോലെ ഒരു പ്രവാചകൻ ഈ ദൂത് മനസ്സിലാക്കിയത് കൊണ്ട് മരണത്തിലും, മരണനിഴലിലും, ഇരുട്ടിലും, അന്ധകാരത്തിനകത്തുമൊക്കെ, അമിക്കയറിന്റെ നീരാളിപ്പിടുത്തത്തിനകത്തുമൊക്കെ ഇരിക്കുന്ന ജനത്തോട്, നഫ്താലിയിലും സെബൂലൂൻ ദേശത്തിലുമൊക്കെയുള്ള ജനത്തോട് താൻ വിളിച്ചു പറയാണ്, എഴുന്നേറ്റു പ്രകാശിക്കുക. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാണ്. ഇരുട്ടിനെ ഭയപ്പെട്ടോ, ഇരുട്ടിന്റെ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു പോയെങ്കിൽ, ഇരുത്തപ്പെടുത്തിയെങ്കിൽ, നിങ്ങളെ ഇരുത്തി കളഞ്ഞുവെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ പറയാണ്, നമുക്ക് വേണ്ടി പ്രകാശിച്ച ക്രിസ്തുവിന്റെ തേജസ് നീ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കും. ചില സമയമെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും, നല്ല രീതിയിൽ സ്പിരിച്വൽ ലൈഫ് നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം സഡൻലി ഒരു ബ്രേക്കപ്പ് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾക്ക് തോന്നും എന്തോ ഡ്രൈനെസ് ഉണ്ട്, എന്തോ പൈശാചിക ശക്തി എന്നെ പിടിച്ചു, ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഈ തോട്ടിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥന മുടങ്ങിയതുപോലെ നാളെയും മുടങ്ങും. ഇന്ന് മുടങ്ങിയതുകൊണ്ട് നാളെയും മുടങ്ങും, നാളെ മുടങ്ങിയതുകൊണ്ട് മറ്റന്നാളും മുടക്കിച്ചിരിക്കും. പിന്നെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കും. എന്നാൽ നിങ്ങളൊന്ന് അല്പം സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ തയ്യാറായപ്പോഴൊക്കെ എന്തോ ഒരു വലിയ ഒരു മറ നിങ്ങളെ വിട്ടു പോയതായിട്ട് നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ എന്താണെന്ന് ആത്മാവിൽ ഞാൻ ബോധവാനായി എന്നോട് പറയുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഈ മോർണിംഗ് സെഷനിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അതാണ്. ആന്തരിക സൗഖ്യത്തിനകത്തുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന്തരിക സൗഖ്യത്തിനകത്ത് മനസ്സിൻ്റെ മൂന്ന് തട്ടുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞത്. ഉപബോധ മനസ്സ്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമാകുന്നു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ അബോധ തലങ്ങളിൽ കിടക്കുന്നതും ഉപബോധ തലങ്ങളിൽ കിടക്കുന്നതും ഒക്കെ നിങ്ങളോട് അന്ധകാരമാണ്, ഇനിയും പിടിക്കും, ഇനിയും കിടക്കും, ഇനിയും കെട്ടും, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ താഴോട്ട് പറയുന്ന കാര്യം എൻ്റെ മേൽ ഉദിക്കത്തില്ല. എന്താ അത്? പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചു
ഉദിച്ചിരിക്കുന്നു, നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ബോധ്യം എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാകണം. പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇരുന്നത് എന്തുകൊണ്ടാണ്? ഇരുട്ടായത് കൊണ്ടാണ്. തേജസ്സും ഉദിച്ചിരിക്കുന്നു എന്നൊരു സദ്വർത്തമാനം പറയണമെങ്കിൽ ഇവിടെ ആരൊക്കെയോ മരണത്തിന്റെ നിഴലിനകത്തും രോഗത്തിന്റെ നിഴലിനകത്തും രക്ഷയില്ലായ്മയുടെ അനുഭവത്തിനകത്തും തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. കിണർ കുഴിച്ചോണ്ടേയിരുന്നു. 10ാമത്തെ തൊടിയെത്തുമ്പോൾ വെള്ളം കാണുമെന്ന് കരുതി, 14ാമത്തെ തൊടിയെത്തിയപ്പോൾ വെള്ളം കാണുമെന്ന് കരുതി, ഇപ്പൊ 20 തൊടിയായപ്പോഴും വെള്ളം കണ്ടില്ല. കിണർ കുഴിപ്പിക്കാൻ വിളിച്ച വീട്ടുടയവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? കിണറിന്റെ വക്കത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നൊരവസ്ഥയായിരിക്കും എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യാം. കാരണം 10ാമത്തെ തൊടിയിൽ വെള്ളം കാണുമെന്ന് കരുതി 12-ൽ കാണും, 14-ൽ കാണും, ശരി അങ്ങറ്റം പോയാൽ 15-ൽ കാണുമെന്ന് വിശ്വാസത്തിൽ ഉറച്ചു. ഭൂമിയിലേക്ക് നോക്കുന്നു. ആമേൻ. നനവ് തട്ടാത്ത മണ്ണ് മാത്രം ആമേൻ കിണർ കുത്തി അതിനെ വാരി വാരി പുറത്തേക്ക് തട്ടുകയാണ്. നനവ് തട്ടാത്ത മണ്ണ്. ഇപ്പൊ 20-ലെങ്കിലും കാണുമെന്ന് ആരൊക്കെയോ പറഞ്ഞു. 20-ൽ കണ്ടു. 20-ൽ കാണുമെന്ന് പറഞ്ഞ് 20ാമത്തെ തൊടി 19:30 എത്തിയപ്പോൾ തൊട്ട് വെപ്രാളം തുടങ്ങി. 20ാമത്തെ തൊടിയിൽ ഒരു ഉറവയെങ്കിലും പൊട്ടി വരുമെന്ന് കരുതി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 20ാമത്തെ തൊടിയിലും വെള്ളം കാണാത്ത വീട്ടുടയവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാവോ? 2005-ലും നിങ്ങൾ കേട്ടത് അങ്ങനെയാണ്. ഉടനെ വിടുതലാകും. 2010-ലും 15-ലും 20-ലും 22-ലും നിങ്ങൾ കേട്ടത് അങ്ങനെയാണ്. ഈ വർഷം വിടുതൽ നടക്കും. 24 ജനുവരിയിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതി. ഇപ്പോ ഈ കിണർ കുത്താൻ വേണ്ടി ക്ഷണിച്ച വീട്ടുടയവന്റെ അതേ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? നനവ് തട്ടും, ഉറവ പൊട്ടും, വെള്ളം കിട്ടും, ഡെലിവറൻസ് നടക്കൂന്നൊക്കെ നിങ്ങൾ കരുതിയ പല സ്ഥാനത്തും ആരൊക്കെയോ ബലപ്പെടുത്തി. ഇത്രാമത്തെ തൊടിയിൽ നീ വെള്ളം കണ്ടിരിക്കുമെന്ന് കരുതി. പക്ഷേ അതെത്തിയപ്പോഴും കാണാതെ വന്നപ്പോൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? ഞാൻ പറഞ്ഞതുപോലെ കിണറിന്റെ വക്കത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഒരു നിരാശയുള്ളൊരു അനുഭവത്തിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? പക്ഷേ ഉടനെ അതിൻ്റെ ആഴത്തിൽ നിന്നൊരു ശബ്ദം മുകളിലേക്ക് പൊങ്ങുന്നു. വെള്ളം കണ്ടു, ഉറവയെ കണ്ടു, ഉറവയുടെ സ്ഥാനവും കിട്ടി, നല്ല ഒരു ഉറവ പൊട്ടിയിട്ടുണ്ട് എന്ന് അന്ധകാരത്തിനകത്ത് നിന്ന് അന്ധകാരത്തിന്റെ അകത്തു നിന്നൊരു ശബ്ദം മേലേക്ക് ആമേൻ 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 മേലേക്ക് പൊങ്ങി വരികയാണ്. ആമേൻ. സാറേ വെള്ളം കണ്ടായിരുന്നു കേട്ടോ, ഭൂമിയിൽ വെള്ളം കണ്ടായിരുന്നു, മണ്ണിന് നനവുണ്ട് എന്ന് കിണറിന്റെ അകത്ത് ആഴത്തിൽ നിന്ന് 25ാമത്തെ തൊടിയിൽ നിന്നുകൊണ്ട് കിണർ കുത്തുന്ന മനുഷ്യൻ സന്തോഷത്തോടെ പറയുമ്പോൾ കരയിലിരിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണോ, ആ മനുഷ്യന്റെ കണ്ണിൽ ഉള്ള ആ ഒരു എക്സ്പ്രഷൻ എന്താണോ, അതാണ് യെശയ്യാ പ്രവാചകൻ അന്ധകാരത്തിന്റെ അകത്തിരിക്കുന്ന ജനത്തോട് ആമേൻ ഒരു മഹത്വം കണ്ടവൻ എന്ന സാക്ഷിയോടെ വിളിച്ചു പറയുമ്പോൾ ഉണ്ടായത്. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സഹോദരി, 2023-ൽ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിലും 2024-ന്റെ 6-ാം മാസം വരെ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. ഇനി ഈ കിണർ ഒന്നുകിൽ പൊട്ടക്കിണർ, അല്ലെങ്കിൽ അതിനെ അതുപോലെ മണ്ണിട്ട് മൂടേണ്ടി വരും എന്നൊക്കെ കരയിലിരുന്ന മനുഷ്യൻ 1000 ചിന്തകൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഒരൊറ്റ ശബ്ദമാണ് അതിനെയെല്ലാം ചിട്ടുകൊട്ടാരം പോലെ തകർത്ത് കളഞ്ഞത്. ഒരൊറ്റ ശബ്ദം. സാറേ ഭൂമിയിൽ നനവുണ്ട്, മണ്ണ് നനഞ്ഞതായി കിട്ടി, ഇവിടെ ഉറവയുണ്ട്, നല്ല ഉറവയാണ്. വെള്ളം പ്രതീക്ഷിച്ച ഒരു മനുഷ്യന് ആദ്യം കണ്ടത് വെള്ളമല്ല, ആദ്യം കിട്ടിയതൊരു വാക്കാണ്. കിണർ കുഴിച്ച മനുഷ്യന്റെ അകത്ത് നിന്ന് വന്നൊരു വാക്കാണ്. കണ്ടവൻ പറഞ്ഞൊരു സാക്ഷ്യമാണ്. സാക്ഷ്യങ്ങൾക്ക് നിങ്ങളെ ബലപ്പെടുത്താൻ കഴിയും, സാക്ഷ്യങ്ങൾക്ക് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാൻ കഴിയും. പൊതുവെ ഇങ്ങനൊരു ചൊല്ലുണ്ട്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. മഹിമ കണ്ട സാക്ഷികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മഹിമയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും നമ്മൾ സാക്ഷിയായത്. എനിക്ക് മുൻപേ ഒരു പൗലോസ്ലീഹ ഉണ്ടായിരുന്നത് കൊണ്ടും പത്രോസ്ലീഹ ഉണ്ടായിരുന്നത് കൊണ്ടും
പൗലോസിനെ പഠിപ്പിച്ച ഗമാലിയേൽ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് പൗലോസിന് ആ കാര്യങ്ങൾ പറയാൻ പറ്റിയത്. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരുടെ പിൻതലമുറക്കാർ പിന്നെ അത് ഏറ്റുപാടിയത്. അവരുള്ളത് കൊണ്ടാണ് നമ്മിലേക്ക് ആ മഹത്വവും മഹിമയെത്തിയത്. സഹോദര, ഒരു ശബ്ദമായിരിക്കാം ഭയങ്കര വെള്ളത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നിനക്ക് തരുന്നത്. ഹല്ലേലൂയ. ഒരു ശബ്ദമായിരിക്കാം, ഒരു സൈൻ ആയിരിക്കാം. എന്തുകൊണ്ടാണ് ആ കിണർ കുത്തുന്ന മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്? വെള്ളം ഇങ്ങോട്ട് മലവെള്ളപ്പാച്ചിൽ പോലെ വന്നതുകൊണ്ടല്ല. വെള്ളത്തെ തൊട്ട മണ്ണിനെ ആ മനുഷ്യന്റെ കയ്യോ കാലോ തൊട്ടു. ആ നനവിനെ ആ മനുഷ്യൻ സെൻസ് ചെയ്തു. അതൊരു സൈനായിരുന്നു. ഒരു സൈന് വൃത്തിയായി കേട്ടു. ഒരു സൈൻ, യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. കുരുടന്മാർ കേട്ടു ഒരു സൈൻ. എവിടെയോ ഒരു അശരീരി, കണ്ണ് കണ്ടുകൂടെങ്കിലും കാത് കേൾക്കാമല്ലോ. അശരീരി, ആ അശരീരി വെച്ചു പിടിച്ചു. ആരും കൊണ്ടുപോയി എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. പക്ഷെ വരുന്നവൻ ഈ വഴിക്ക് എന്തോ ആണ് വരുന്നതെന്നുള്ള ഒരു സൈൻ. നിന്റെ ഡെലിവറൻസുകൾ വരുന്നത് ദാ ഇരിക്കുന്നു, ഡെലിവറൻസ് കുട്ടയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചേക്കുക എന്ന് പറഞ്ഞായിരിക്കത്തില്ല. അതൊരു സൈനായിട്ടായിരിക്കും വരുന്നത്. ഓ, ഇന്നത്തെ ഈ പാസ്റ്ററുടെ മെസ്സേജ് പ്രസംഗമൊന്നും ഇല്ല എന്നും പറഞ്ഞ് ചാടി ഓടി വേണമെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് പോകാം. പക്ഷേ അന്നത്തെ സന്ദേശത്തിനകത്ത് ഒരുപക്ഷെ ഒരു സൈനായിരിക്കും നിനക്ക് കിട്ടുന്നത്. അത് ഗ്രഹിക്കണമെങ്കിൽ ആത്മാവ് നമ്മിൽ ഉണ്ടാകട്ടെ. ഓ, ഇന്ന് ഈ പാസ്റ്റർ ഭയങ്കരമായിട്ട് നീണ്ടുപോവാ, മെസ്സേജ് മീറ്റിംഗ് ടൈം നീണ്ടുപോവാ. അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് ആയിരിക്കും ഒരു സൈൻ അവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ സൈൻ കണ്ടോണ്ടാ പറഞ്ഞത്, സാറേ വിഷമിക്കണ്ട കേട്ടോ, നമ്മൾ വെള്ളം കണ്ടായിരുന്നു, നനവുണ്ട്, സൈനുണ്ട്. ഇനി നമുക്ക് വറ്റാത്തൊരു ഉറവയും കൂടെ ദൈവം തുറന്നു തരും. സഹോദര, പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോ വിടുതലുകളായിട്ടൊന്നുമല്ല, സൈനായിട്ട് ദൈവം നിന്നോട് പലതും അറിയിച്ചില്ലേ? പലപ്പോഴും കരഞ്ഞ സമയത്ത് ഒരു പ്രവാചകനും അല്ല, സാക്ഷാൽ പ്രവചന പുസ്തകത്തിൽ നിന്നൊരു വാക്യം ദൈവം നിന്നോട് സംസാരിച്ചില്ലേ? സ്തോത്രം. പലപ്പോഴും ഒറ്റപ്പെട്ട സമയത്ത് ആ പ്രാർത്ഥിക്കുന്ന പുള്ളി ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആന്റി ഒന്ന് വിളിക്കാം, അല്ലെ അയാളെ ഒന്ന് വിളിക്കാം, ഇയാളെ ഒന്ന് വിളിക്കാം. കിട്ടിയില്ലല്ലോ, പക്ഷെ നിനക്ക് ആശ്വാസം കിട്ടിയില്ലേ? സ്തോത്രം. ഇതൊക്കെ സൈനാണ്. എന്താണത്? നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഉദിച്ചിരിക്കുന്നു, പ്രകാശം വന്നിരിക്കുന്നു. എന്നെയും കർത്താവിന് വേണ്ട, എൻ്റെ മക്കളെയും കർത്താവിന് വേണ്ട. കർത്താവിന് പണമുള്ളവരെ മതി. പിന്നെ നമ്മുടെ പണമെല്ലാം കൊണ്ടല്ലേ കർത്താവിന് അടുത്ത ഇറങ്ങാൻ പോകുന്ന ബെൻസിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സ്തോത്രം. പണം നമുക്ക് മതി. കർത്താവിന് പാട്ട് പാടുന്നവരെ മതി, കർത്താവിന് പ്രസംഗിക്കുന്നവരെ മതി. ചുമ്മാ പൊട്ടച്ചിന്ത അതൊക്കെ. എത്രയോ സൈനുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു, എത്രയോ സൈനുകൾ. ഇവിടെ പുള്ളി വരച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല. യെശയ്യാ പ്രവാചകൻ എഴുന്നേൽക്കുന്നവന്റെ എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേക്കാൻ മനസ്സുള്ളവൻ എഴുന്നേക്കും. എഴുന്നേറ്റവനോട് ദൂത് പറയുകയാണ്, പ്രകാശം വന്നിരിക്കുന്നു. 2, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആണോ? എന്നാ തൊട്ട് കാണിച്ചതാ. തേജസ് എവിടെ ഇരിക്കുന്നേ? സൈൻ എന്താ? തേജസ് എവിടെ ഇരിക്കുന്നു? തേജസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ രൂപം മാറാൻ പറ്റാത്തെ? യേശു മാറിയല്ലോ, എൻ്റെ വസ്ത്രം എന്താ നീല മാറിയിട്ട് വെള്ളയാകാത്തെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടയാളം തിരയുന്നവരെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നത് വേറെ വാക്കാം. ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങൾ ഇങ്ങനെയാണ്. ദൈവം വേർഡിലൂടെ സംസാരിക്കും, ബോധ്യങ്ങൾ തരും. പല രീതിയിൽ കർത്താവ് നമ്മളെ, എന്തിനാണ് ഇതൊക്കെ ദൈവം നമ്മളോട് ഇടപെടുന്നതെന്നറിയാമോ? ഞാൻ ഒരു മാർവലസ് ലൈറ്റായി മാറാൻ. ഒരുപക്ഷെ ദൈവത്തിന്റെ തേജസ്സും പ്രകാശവും താങ്കളുടെ മേൽ ഉദിച്ചു നിൽക്കുകയാണെന്നുള്ള സൈൻ ഇപ്പോൾ
നിങ്ങളുടെ കയ്യിലേക്ക് ചിലപ്പോൾ ഒരു തരിപ്പ് പോലെ എന്തെങ്കിലും ഒരു ശക്തി കടന്നു വരുമ്പോഴായിരിക്കും, അതായിരിക്കും നിങ്ങളുടെ സൈൻ. ചിലപ്പോൾ നിന്റെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എന്തെങ്കിലും അനുഭവിക്കുമ്പോഴായിരിക്കും, അതൊരു സൈനാണ്. ചിലപ്പോൾ നിന്റെ തലയിൽ എന്തോ ചൂടായിട്ട് പകരുന്നത് പോലെയോ തണുപ്പായിട്ട് പകരുന്നത് പോലെയോ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ അതും ഒരു സൈനാണ്. ചിലപ്പോൾ നിങ്ങളെ ആരോ തൊടുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായാൽ അതും ഒരു സൈനാണ്. ദൈവത്തിന് എന്ത് രീതിയിലും ധരിപ്പിക്കാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിലും ഒരു കാര്യമില്ലെങ്കിലും നിങ്ങളുടെ ഉള്ള എപ്പോഴും ഇങ്ങനെ ജോയ് ആയിരിക്കും, സന്തോഷമായിരിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം തലതല്ലി കരയാനുള്ള വിഷയങ്ങൾ ഉണ്ടായാലും ഉള്ളത്തിനകത്ത് ഭയങ്കര ജോയ് 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 ജോയ്. അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, പത്രോസിനെ ആ തേജസ് കാണിക്കണമെന്ന് യേശു ആഗ്രഹിച്ചുകൊണ്ടാണ് കാണിച്ചത്. യാക്കോബിനെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കാണിച്ചത്. യോഹന്നാനെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കാണിച്ചത്. എല്ലാവരെയും കൂടെ കാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകാത്തത്. 3 പേരെ അപ്പ വിളിച്ചുകൊണ്ട് പോയെങ്കിൽ 3 പേരുടെ മുമ്പിൽ എന്താണ് മെറ്റമോർഫയോ എന്ന് കർത്താവിനെ കാണിക്കണമായിരുന്നു. എന്താണ് രൂപാന്തരം എന്ന് കാണിക്കണമായിരുന്നു. ആമേൻ 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 ആമേൻ. ഇന്ന് ഈ ഡേറ്റിൽ പത്രോസും യോഹന്നാനും യാക്കോബും കണ്ട ആ യേശുവിനെ താഴെ ഇരിക്കുന്ന ബാക്കി ശിഷ്യന്മാർ കണ്ടിട്ടില്ല. വ്യത്യസ്തമായത് കാണിച്ചു. എൻ്റെ കൂടെ ഇരിക്കുന്ന എത്രയോ ദൈവമക്കൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ടാകും ഇല്ലേ? എത്രയോ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. കർത്താവിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇനിയും അങ്ങനെയുള്ള അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് തരും. അങ്ങനെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 15 കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഓ ജീസസ് നെയിം ഓലാമാ ശാംദരേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. ഓ ഷൈഡാർ പവർ. രണ്ടാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. നിങ്ങൾക്കൊരു കാര്യം അവിടെ കാണാം. 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. അവരുടെ അല്ലെങ്കിൽ വേണ്ട 14 മുതലൊന്ന് വായിച്ചേ. നിങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേകമായ ഒരു വാക്കും കാണാം. വായിച്ചു നോക്കിയേ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ, എവിടെയാണെന്നൊന്ന് കേട്ടെ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ഭയങ്കര വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വചനമായിപ്പോയി. ഞാൻ ഈ പറയുന്ന സാധനങ്ങളെയെല്ലാം വെട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കംഫർട്ട് സോൺ തരണം കർത്താവേ എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ, എനിക്കെല്ലാം സ്മൂത്ത് ആൻഡ് ഈസി ആക്കി തരണമെന്നും ഷോർട്ട് കട്ട് തരണമെന്നും പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ വൈരിയെയും അവന്റെ എല്ലാത്തിനെയും ഞാൻ തകർത്തു പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ താൻ അവിടെ ആത്മനിറവോടെ ദൈവാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അഭിഷേകമുള്ള ഒരു മനുഷ്യനെ, തേജസ് പകരാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ ആത്മാവുള്ളവനാക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വളരാൻ വേണ്ടി നട്ടുവച്ചിരിക്കുന്നതും ആക്കി വെച്ചിരിക്കുന്നതും വക്രതയും കോട്ട
കോട്ടവും പിറുപിറുപ്പും ഉള്ള ഒരു തലമുറയുടെ ഇടയിലാണ്. ജ്ഞാനിയോടുകൂടെ നടക്കുന്നവൻ ജ്ഞാനി എന്ന് ശലോമോൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ പിന്നെ വക്രതയുടെ ഇടയിൽ നടക്കുന്നവൻ, വക്രതയുടെ ഇടയിൽ നട്ടിരിക്കുന്നവനോ? കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നട്ടിരിക്കുന്നവനോ? പക്ഷെ ബൈബിൾ പറയുന്നു, അവരുടെ ഇടയിൽ തേജസ്സുള്ളവൻ എങ്ങനെ ആയിരിക്കണം, ആത്മാവുള്ളവൻ എങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിനെ അറിഞ്ഞവൻ എങ്ങനെ ആയിരിക്കണം, അഭിഷേകമുള്ളവൻ എങ്ങനെ ആയിരിക്കണം. അഭിഷേകമുള്ളവൻ, ഈ അഭിഷേകത്തെ, ദാവീദിന് അഭിഷേകത്തെ റിവീൽ ചെയ്യാൻ ചാൻസ് കിട്ടിയത് എപ്പോഴാണ്? പോരാട്ടത്തിന്റെ നടുവിലാണ്, പ്രശ്നത്തിന്റെ നടുവിലാണ്, പ്രതികൂലത്തിന്റെ നടുവിലാണ്, കൊല്ലാൻ നിൽക്കുന്ന ഒരു സംഘത്തിന്റെ നടുവിലാണ്. അപ്പൊ എൻ്റെ മേൽ അനോയിന്റിങ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വക്രതയും കോട്ടവും പിറുപിറുപ്പും ഉള്ളതിന്റെ ഇടയിൽ, അതുപോലെ അല്ലാതെ ആ അന്ധകാരത്തിന്റെ ഇടയിൽ ഞാൻ ജ്യോതിസായി നിലനിൽക്കുമ്പോഴാണ് എനിക്ക് മേൽ അഭിഷേകം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുവോ എന്നറിയണമെങ്കിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ളിടത്ത് കൊണ്ട് ആളെ ഇട്ട് കൊടുക്കണം. അപ്പുറത്തെ വണ്ടിയിൽ ഇയാൾ മുട്ടാതെ ഓടിക്കുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടൗണിൽ കൊണ്ടിട്ട് കൊടുക്കണം. അല്ലാതെ എല്ലാവരും മാറിക്കോ, ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്, ഇന്ന് ആരും വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കരുത്, ഇന്ന് ഞാൻ വണ്ടി ഇറക്കുന്ന ദിവസമാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ ഇയാൾ വലിയ ഡ്രൈവറൊന്നും അല്ല. ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുവാണ്, പോരാട്ടം ഉണ്ടാകരുത്, തടസ്സങ്ങൾ വരരുത് എന്നൊക്കെ പറഞ്ഞ്. മക്കളെ, അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ പവർ കാണിക്കണം. അതിൻ്റെ മധ്യത്തിൽ ഈ കഴിഞ്ഞ ചില നാളുകളിലെല്ലാം അതെന്നെ ദൈവം പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ചില നാളുകളിലെല്ലാം ദൈവം എന്നെ അത് പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അല്ല, ദൈവം എന്നെ അത് പഠിപ്പിക്കുമായിരുന്നു. ആ സമ അനുഭവത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാകട്ടെ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാത്ത സമയം പ്രശ്നങ്ങളുള്ള സമയമല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ മീറ്റിംഗ് മിസ് ചെയ്യുന്ന സമയം മൂടില്ലാത്ത സമയങ്ങളല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടായ്മ ഉപേക്ഷയായി വിചാരിക്കുന്ന സമയവും പിറുപിറുക്കുന്ന സമയവും പ്രശ്ന തലയ്ക്ക് മേളിൽ ഇങ്ങനെ ഇരമ്പി കയറുമ്പോഴല്ലേ പ്രാർത്ഥിച്ചിട്ട് എന്തിനാന്നുള്ള ചോദ്യമാണ് ആദ്യം വരിക. പക്ഷെ ബൈബിൾ പറയുന്നു, അവരുടെ ഇടയിൽ പ്രകാശിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എവിടാന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുടെ ഇടയിലാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വക്രതയുള്ളവരുടെ നടുവിലാണ് പ്രകാശിക്കാൻ പറ്റുന്നത്. ആത്മാവിലൊരു തീരുമാനം എടുക്കാവോ? ഇനി ഞാൻ ചിതറിപ്പോകത്തില്ല കർത്താവേന്ന്, ഇനി ഞാൻ പിന്മാറിപ്പോകത്തില്ല കർത്താവേന്ന്. ഈ പിന്മാറിപ്പോകുന്ന കൂട്ടരെ ആ കർത്താവ് തൂക്കിയത് 3 പേരെ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഇവരെ 3 പേരെയും കർത്താവ് കൊണ്ടുപോയിട്ട് എന്താണ് രൂപാന്തരമെന്ന് കാണിച്ചു, എന്താണ് കിങ്ഡം ഗ്ലോറി എന്ന് കാണിച്ചു, എന്താണ് കിങ്ഡം കൾച്ചർ എന്ന് കാണിച്ചു, എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് കാണിച്ചു, എന്താണ് ആത്മമണ്ഡലത്തിൽ റിയലായിട്ട് സംഭവിക്കുന്നതെന്ന് കാണിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്നെ ദൈവം പ്രാർത്ഥിച്ചിട്ടും ചില മുള്ളുകളുടെ ഇടയിൽ ഇട്ടിരിക്കുന്നത് പ്രകാശം ഉണ്ടെന്നുള്ളൊരു ദൂതറിയിക്കാനാണ്. ഉപവസിച്ചിട്ടും ചിലതിൻ്റെ മധ്യത്തിൽ ഇപ്പോഴും നിങ്ങളെ ദൈവം കണ്ടിന്യൂ ചെയ്യിക്കുന്നത് യഹോവയുടെ തേജസ് നിന്റെ മേലുണ്ടെന്നറിയാനാണ്. പ്രാർത്ഥിച്ച് മടുത്തിരുന്നു പോയ നിന്നോട് എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം യഹോവയുടെ തേജസ് നിന്റെ മേലുണ്ടെന്നറിയിക്കാനാണ്. ഈ പൊക്കെട്ടുകൾ അഴിയുന്നു, ഈ സമയം ബന്ധനങ്ങൾ തകരും, ഈ സമയം രോഗികളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യം വെളിപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നാവിൽ ഒരു പുതുബലം പരിശുദ്ധാത്മാവ് പകരും, ഒരു പുതുബലം പകരും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വചനം അധികമായി ദിവസങ്ങളിൽ കേൾപ്പിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, നീ പ്രകാശിക്കാനുണ്ടെന്ന്
ദൈവത്തിന് പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നീ പ്രകാശിക്കാനുള്ളവനാണെന്ന് പരിശുദ്ധാത്മാവിന് പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. യഹോവയുടെ തേജസ്, ഓ മൈറ്റി ഫാദർ, എനിക്കെന്താ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് മാറാത്തതെന്നും എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിന്നെ നീ ദൈവവേലയ്ക്കുള്ളതാണെന്ന് പോലും ചില വ്യക്തികൾ നിങ്ങളോട് ദൈവാലോചന കൈമാറിയിട്ടുണ്ടാകും. നീ എവിടെ പ്രകാശിക്കണം, എവിടെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചിരിക്കുവാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ എങ്ങനെ പ്രവർത്തിക്കണം, പ്രകാശിക്കണമെന്ന് ദൈവാത്മാവ് ദാ പറയുന്നു. അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടത്. എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കാനും കാണിക്കാനും ദൈവാത്മാവ് പറയുന്നു. ദേണ്ടട, അഭിഷേകമുള്ളവൻ തീയിറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ കത്തിപ്പോകുന്നതല്ല. അതുമാത്രമൊന്നുമല്ല അഭിഷേകവും ആത്മീയ ജീവിതവും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് ക്രിസ്ത്യാനിറ്റിക്ക്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രദർശിപ്പിച്ച് കാണിക്കേണ്ട ഒന്നാണ്. അത് കേവലം വസ്ത്രത്തിൽ മാത്രം കാണിക്കേണ്ട ഒന്നല്ല, കേവലം ആകൃതിയിൽ മാത്രം കാണിക്കേണ്ട ഒന്നല്ല, പ്രദർശിപ്പിച്ച് കാണിക്കേണ്ട ഒന്നാണ്. അവിടെയാണ് അഭിഷേകം എന്ന് പറയുന്നതിന് വിലയുണ്ടാകുന്നത്. അവിടെയാണ് പ്രാർത്ഥിക്കുന്നവൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൾ അല്ലെങ്കിൽ കർത്തൃവേലയിലായിരിക്കുന്നവൻ എന്ന വ്യക്തിക്ക് അർത്ഥമുണ്ടാകുന്നത്. നീ പ്രയോജനപ്പെടാനുള്ള വ്യക്തിയാണെന്നുള്ളതിന് തടസ്സമില്ല, തർക്കമില്ല. ഇപ്പോൾ പ്രാപിക്കുക ദൈവബലം. നിന്നെ എവിടെയൊക്കെയോ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ നിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വർഗം അതിനെ ഹാൻഡിൽ ചെയ്യുകയാണ്. മോനെ, നിന്റെ മേൽ ദൈവത്തിൻ്റെ കൈ വരുന്നു. ഭയങ്കര ദൈവിക വിടുതൽ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. ആ വിടുതൽ നിന്റെ വീട്ടിലേക്കാകട്ടെ, ആ വിടുതൽ വിശ്വസിക്കുന്നവരുടെ ലൈഫിലാകട്ടെ. Almighty Father, in the name of Jesus, pray. എനിക്ക് കാണാം ആത്മാവ് പലരെയും തൊടുന്നു. ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് പലരെയും സ്പർശിക്കുന്നു. ചിലരുടെ മേൽ ദൈവിക സാന്നിധ്യം വീഴുന്നു. ഒരു തേജസ് പോലെ ദൈവശബ്ദം കേൾക്കാനുള്ളവരുടെ കാതുകൾ തുറന്നു വരട്ടെ. ദൈവത്തെ കാണാനുള്ളവരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. ദൈവത്തെ തൊടാനുള്ളവരുടെ കൈകളുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരെ ദൈവാത്മാവ് തൊടട്ടെ. Oh, Jesus' name, holy name, holy. Shabratala. Holy, Holy Spirit, holy. Shikemao. ആ സാന്നിധ്യത്തിനകത്തുള്ള സൗഖ്യത്തെ സ്വീകരിക്കുക. രോഗബാധിതരെല്ലാവരും തന്നെ ആ സാന്നിധ്യത്തിനകത്തുള്ള സൗഖ്യത്തെ സ്വീകരിക്കുക. ദൈവ പ്രസൻസിനകത്ത് ഇറങ്ങുന്ന ദൈവിക സൗഖ്യത്തെ റിസീവ് റൈറ്റ് നൗ. ലെബ്രാഖയ ബഷൗഡെ മാ ബ്രഹൻഡ ലെബ്രാസി അർഥൂനിയ നഹോറാസൽ ബ്രഹൻഡ ഷൗഡ ലെബാർഖൈസർ പ്രബോഷസി റഗൽ പ്രബാല ബൗഷസ്. In the name of Jesus Christ, Holy Ghost, in the name of Jesus Christ, ഡെലിവറൻസുകൾ നടക്കട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും
യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദിവ്യ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് അപ്പച്ച. എല്ലാ കുടുംബ തകർച്ചകൾ മാറിപ്പോകട്ടെ. എല്ലാ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ. എല്ലാ ശത്രുവിന്റെ തീയമ്പുകൾ കത്തിമാറട്ടെ. ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ദൈവിക വിടുതലുകൾ കുടുംബത്തിനകത്ത് വെളിപ്പെടുകയാണ്. പുതിയ ഭാഷകൾ നിന്റെ നാവിലേക്ക് ഇതാ വരുന്നു. പുതിയ വിടുതലുകൾ, പുതിയ ശക്തി പരിശുദ്ധാത്മാവ് പകരുന്നു. Oh Jesus, power of Holy Spirit. Thank you Jesus, thank you Jesus, thank you Jesus. പിതാവേ, അങ്ങയുടെ ദിവ്യകരങ്ങളിലേക്ക് ഞാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ ജനത്തെ തൊട്ടുന്നതിനായി സ്തോത്രം. യൂട്യൂബിലും സൂമിലും ഞങ്ങളെ കാണുന്ന ഓരോ ദൈവമക്കളെയും സ്നേഹകരം കൊണ്ട് അവിടുന്ന് സ്പർശിച്ചുവല്ലോ. വലിയ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയല്ലോ. ഇപ്പോൾ ഈ യൂട്യൂബിൽ പലതരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള ഡെലിവറൻസ് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൂമിലായിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. വാട്സാപ്പിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ മീറ്റിംഗ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. രാവിലെ 6:30 മണിക്ക് യൂട്യൂബിൽ മാത്രവും വൈകുന്നേരം 6:30 മണിക്ക് സൂമിലും യൂട്യൂബിലുമായിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ, മറ്റ് സ്പെഷ്യൽ മീറ്റിങ്ങിനെ കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്കത് അയച്ചു കിട്ടും. സർവശക്തനായ ദൈവം വലിയ അത്ഭുതങ്ങൾ ഓരോ മീറ്റിങ്ങിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അടുത്ത ആഴ്ച മുതൽ നമുക്ക് 21 ദിവസത്തെ ടങ്സ് പ്രെയർ ആരംഭിക്കും. അടുത്ത മീറ്റിങ്ങിൽ ഞാൻ ആ ദിവസം നിങ്ങളെ അറിയിക്കാം. നാളത്തെ മീറ്റിങ്ങിൽ ഞാൻ ആ ദിവസം നിങ്ങളെ അറിയിക്കാം. സമയവും നിങ്ങളെ അറിയിക്കാം. വലിയ കാര്യങ്ങൾ സർവശക്തനായ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭയങ്കര ഒരു ചേഞ്ചായി. ഞാനത് കഴിഞ്ഞ ദിവസം ആ ഒരു ദൈവിക ആലോചന ഞാൻ സഭയോട് അറിയിച്ചിരുന്നു. ഭയങ്കരമാകുന്നൊരു ദൈവിക പ്രവൃത്തിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നിങ്ങൾ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്താട്ടെ. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന ഇതാണ്: പരമാവധി നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ദൈവം നിങ്ങളെല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.